സീസൺ 6 അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നടക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് റീ എൻട്രിയാണ്. പോയ മത്സരാർത്ഥികളുടെ ഒരു തിരിച്ചുവരവ്. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റീ എൻട്രി എന്ന് പറയുന്നത് ഗബ്രിയുടേതും അതേപോലെ തന്നെ മറ്റൊന്ന് ജാൻമണി ദാസിൻ്റെതുമാണ്. തുടക്കം ഇവർ തന്നെയാണ് വരുന്നത്. എന്തൊക്കെയാണ് ആരൊക്കെയാണ് ആദ്യം വരുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളും. എന്തായാലും ഗബ്രി വരുമ്പോൾ ഗബ്രി ജാസ്മിൻ കോംബോ പുറത്ത് നെഗറ്റീവാണെന്നുള്ള കാര്യം ഗബ്രിക്ക് മനസ്സിലായി. നെഗറ്റീവ് ആണെങ്കിൽ കൂടി ജാസ്മിനൊപ്പം നിൽക്കാൻ തന്നെയാണ് ഗബ്രിയുടെ ഒരു ഉറച്ച തീരുമാനവും. അതേപോലെ തന്നെ ജാസ്മിൻ്റെ ഉപ്പ വന്ന് ജാസ്മിന് പുറത്തേക്ക് നെഗറ്റീവാണ്, ഇനി ഞങ്ങളെ ആലോചിച്ച് നിന്നോളാം, മറ്റുള്ളതൊന്നും വേണ്ട, ഗബ്രിയിട്ട മാലയടക്കം തിരിച്ചു വാങ്ങിയ ജാസ്മിൻ്റെ ഉപ്പാനെ കണ്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം വരെ വാഴയിലിൽ ഗബ്രിയുടെ പേര് ചെയ്യുന്ന ജാസ്മിനെയാണ് നമ്മൾ കണ്ടത്. ഉപ്പയുടെ വാക്കൊക്കെ ജാസ്മിൻ കാറ്റിൽ പറത്തുന്ന പോലെ. അവർക്ക് തമ്മിലുള്ള ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ വേണേൽ പറയാം. മറ്റൊന്നും നമ്മൾ പറയുന്നില്ല, ഫ്രണ്ട്ഷിപ്പ് എന്ന് തന്നെ പറയാം. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് നെഗറ്റീവാണെന്ന് മറ്റ് മത്സരാർത്ഥികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ജാസ്മിൻ ഒരു കുലുക്കവുമില്ല, അതേപോലെ തന്നെ ഗബ്രിക്ക് ഒരു കുലുക്കവുമില്ല. അത് അവരുടെ ഒരു വിജയമായിരിക്കും. അവർക്കുള്ളിൽ അവരെന്താണെന്നുള്ള ഒരു ഉറച്ച ബോധ്യവും അവർക്കുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴാണ് റീ എൻട്രി വരുന്നത്, അതായത് ഗബ്രിയുടെ റീ എൻട്രി. ഗബ്രി തിരിച്ചു വരുന്ന ഒരുപാട് പ്രതീക്ഷയിൽ നിന്ന ഒരാളാണ് ജാസ്മിൻ. ആ ജാസ്മിൻ്റെ അടുത്തേക്കാണ് ഗബ്രി റീ എൻട്രി വരുമ്പോൾ പുറത്ത് നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും റീ എൻട്രിയിലൂടെയും ജാസ്മിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗബ്രിയെ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ജാസ്മിൻ്റെ പുറത്ത് കാര്യങ്ങളൊക്കെ ഗബ്രി പറഞ്ഞു കൊടുക്കുമോ എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു റൂൾസ് ഉണ്ടോ എന്ന് അറിയില്ല. എന്തായാലും ജാസ്മിൻ്റെ അടുത്തേക്ക് ഗബ്രി വരുമ്പോൾ ജാസ്മിനെ ചേർത്ത് പിടിക്കും, ജാസ്മിന് വേണ്ട ആത്മവിശ്വാസം കൊടുക്കും, ജാസ്മിൻ കപ്പ് നേടും എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസിലേക്ക് ഗബ്രി എത്തിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ള ഒരു എപ്പിസോഡിന് വേണ്ടിയാണ് ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ആ ഒരു റീ എൻട്രി തന്നെയായിരിക്കും ഇനിയുള്ള ഹൈലൈറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും നമുക്ക് ആ റീ എൻട്രിക്ക് വേണ്ടി കാത്തിരുന്ന് കാണാം.